ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അക്കാഡമിക് റൈറ്റിങ്ങും നോൺ അക്കാഡമിക് റൈറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നും അതുപോലെ എങ്ങനെ ഒരു നല്ല റൈറ്റർ ആവാം, അതുപോലെ അക്കാഡമിക് റൈറ്റിങ്ങിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കിൽ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ആസ് യു മൂവ് ഫ്രം സ്കൂൾ ടു കോളേജ്. നിങ്ങൾ സ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് നിങ്ങൾ കോളേജിലേക്ക് മാറുമ്പോൾ അത് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന ഒരു എസ്സേയുടെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് അത് ആരും അത്ര ഹൈ സ്റ്റാൻഡേർഡിലുള്ളവരൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷെ നിങ്ങൾ കോളേജിലെത്തിയിട്ട് നിങ്ങളൊരു എസ്സേ എഴുതുമ്പോൾ നിങ്ങളൊരു സ്കൂൾ കുട്ടിയുടെ ലെവലിലായിരിക്കരുത് എഴുതേണ്ടത്. കുറച്ചുകൂടെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്കൂൾ കുട്ടി എന്നുള്ളതിലുപരി അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നതായിരിക്കണം നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഒരു സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റൈറ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്കിൽ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. എയിം ഓഫ് ടേർഷറി ലെവൽ എഡ്യൂക്കേഷൻ. ടേർഷറി ലെവൽ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നതാണ് ടേർഷറി ലെവൽ. ഗീവ് യു അഡ്വാൻസ് ലെവൽ നോളജ് ഓഫ് യുവർ ഡിസിപ്ലിൻ ആൻഡ് പ്രിപ്പയർ യു ഫോർ യുവർ കരിയർ. ഈ ഗ്രാജുവേറ്റ് ലെവൽ എഡ്യൂക്കേഷൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ്, നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടാണ്, ഓരോരുത്തർ BCom BBA അങ്ങനെ ഓരോ സബ്ജക്ട്സ് അല്ലെങ്കിൽ BA അങ്ങനെ സബ്ജക്ട്സ് ചൂസ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് നോളജ് തരികയും അതുവഴി നിങ്ങളെ ഒരു കരിയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കരിയർ ചെയ്യുവാനായിട്ട് പ്രാപ്തനാക്കുകയാണ് ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ എഡ്യൂക്കേഷൻ്റെ എയിം. വൈ അക്കാഡമിക് റൈറ്റിംഗ്? എന്തിനാണ് അക്കാഡമിക് റൈറ്റിംഗ് പഠിക്കുന്നത്? എന്താണ് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പർപ്പസസ് എന്ന് നോക്കാം. ടു സ്റ്റഡി യുവർ സബ്ജക്ട്സ് ഡീപ്ലി ആൻഡ് ടു റെഡി യു ഫോർ യുവർ കരിയർ. അക്കാഡമിക് റൈറ്റിംഗ് നിങ്ങളുടെ സബ്ജക്റ്റ് ഒന്നുകൂടെ ഡീപ്പായിട്ട് പഠിക്കുവാൻ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളതിനെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഒന്നുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളൊരു കരിയറിന് പോകുമ്പോൾ നിങ്ങൾക്കൊരു സ്കൂൾ കുട്ടിയുടെ ലെവൽ ഓഫ് റൈറ്റിംഗ് സ്കിൽ പോരാ, ഒന്നുകൂടെ മെച്ചപ്പെട്ട റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം ഒരു കരിയറിനൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കരിയറിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയും നിങ്ങളുടെ സബ്ജക്ട്സ് ഒന്നുകൂടെ ഡീപ്പായിട്ട് പഠിക്കാനും ഹെൽപ്പ് ചെയ്യും. Throughout your college education, the quality of your written work will be taken into serious account to assess your progress. To complete these tasks successfully, you need to learn the basic process of writing process and the elements of formal or academic writing. നിങ്ങളൊരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അക്കാഡമിക് ലെവലിൽ ഒരുപാട് ലാബ് റിപ്പോർട്ട്സും എസ്സേസും അസൈൻമെൻറ്റ്സും അതുപോലെ കേസ് സ്റ്റഡി അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു 3 വർഷം ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടി വരും. ഈ ടാസ്കുകളൊക്കെ തരുന്നത് നിങ്ങളതിനെ അസസ് ചെയ്യാനാണ്. ഒരു അസൈൻമെൻറ്റ് എഴുതിക്കുന്നതും ലാബ് റിപ്പോർട്ട്സ് എഴുതിക്കുന്നതൊക്കെ നിങ്ങളതിനെ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ആ കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് സ്കിൽ വേണം. അതുപോലെ നിങ്ങൾക്ക് ഫോർമൽ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സിനെ കുറിച്ചിട്ടും ധാരണ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ തരുന്ന ടാസ്കുകളൊക്കെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോളജബിൾ ആൻഡ് എംപ്ലോയബിൾ. അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽ പഠിക്കുന്നത് വഴി നിങ്ങൾ കൂടുതൽ നോളജബിൾ ആവും, നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിവ് വർദ്ധിക്കുകയും അതുപോലെ എംപ്ലോയബിൾ ആവും. നിങ്ങളൊരു ജോലിക്ക് റെഡി ആവുകയും ജോലി ചെയ്യാനായിട്ടൊരു എംപ്ലോയി ആവാൻ റെഡി ആവുകയും ചെയ്യുന്നു. ടു ഡെമോൺസ്ട്രേറ്റ് യുവർ നോളജ്. നല്ല റൈറ്റിംഗ് സ്കിൽ, നിങ്ങൾ നല്ലൊരു കാര്യം എഴുതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയും, നല്ല അറിവുള്ള വ്യക്തിയാണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നോളജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് യുവർ സബ്ജക്റ്റ്. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കുവാനും അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
എൻഷ്യൂർ യുവർ സക്സസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എൻഹാൻസ് യുവർ എംപ്ലോയബിലിറ്റി. അക്കാഡമിക് റൈറ്റിംഗ് പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടാനും ഉള്ള സാധ്യതകളും കൂടും. ഇപ്പോൾ നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പർപ്പസുകളാണ് പഠിച്ചത്. ഇനി നമുക്ക് അക്കാഡമിക് റൈറ്റിംഗ് എങ്ങനെ പഠിക്കാം നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, നല്ലൊരു റൈറ്റർ ആവാം എന്നുള്ളത് നോക്കാം. അതിനുള്ള കുറച്ച് സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഗെറ്റിംഗ് റെഡി ടു ലേൺ അക്കാഡമിക് റൈറ്റിംഗ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. സെക്കൻഡ്, കീപ്പ് എ ജേർണൽ. തേർഡ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഫോർത്ത്, think critically. Fifth, develop research skills. Sixth, learn the language of your discipline. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. ഫ്രീ റൈറ്റിംഗ് ഈസ് ലൈക്ക് എ വാർമിംഗ് അപ്പ് ആക്ടിവിറ്റി ബിഫോർ എ ഗെയിം. ഫ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർമിംഗ് അപ്പ് ആക്ടിവിറ്റിയാണ്. നിങ്ങളൊരു ഗെയിം കളിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു വാർമിംഗ് അപ്പ് ആക്ടിവിറ്റി. ലൈക്ക് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കളി തുടങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് ഗ്രൗണ്ടിൽ ആ ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കും. ചിലപ്പോൾ കോട്ടയ്ക്കും അവിടേക്കും ഇവിടേക്കൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഫ്രീ ആണ്, ഒന്നിനെക്കുറിച്ചിട്ടും ശ്രദ്ധിക്കുന്നില്ല. ബോൾ എവിടേക്ക് പോയാലും കുഴപ്പമില്ല, കറക്റ്റ്നെസ് ഇല്ല, മിസ്റ്റേക്സിനെ കുറിച്ചിട്ടോ റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഫ്രീ റൈറ്റിംഗ്. റൈറ്റ് കണ്ടിന്യൂസ്ലി ഫോർ സം ടൈം വിതൗട്ട് വറിയിങ് അബൌട്ട് കറക്റ്റ്നെസ്, ഗ്രാമർ, മിസ്റ്റേക്സ് ഓർ ലോജിക്കൽ ഓർഡർ. നമ്മൾ കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടോ ഗ്രാമറിനെ കുറിച്ചിട്ടോ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടോ ലോജിക്കൽ ഓർഡറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതിനെയാണ്, വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നതിനെയാണ് ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദ ഓൺലി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് എക്സസൈസ് ഈസ് ടു കീപ്പ് യു റൈറ്റിംഗ്. ഈ ഒരു എക്സസൈസിൻ്റെ ഒരേ ഒരു ഒബ്ജക്റ്റീവേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. ജസ്റ്റ് നിങ്ങളതിനെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം. അതാണ് ഈ ഒരു സ്റ്റാർട്ട് ഫ്രീ റൈറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. Second one is keep a journal. Make it a habit to write something in a notebook specifically meant for the purpose. നിങ്ങൾക്ക് പലർക്കും ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡയറിയോ എന്തെങ്കിലും ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഫ്രീ റൈറ്റിംഗ് അല്ല, എന്തെങ്കിലും ഒരു പർപ്പസിനായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ചിട്ടോ എന്തെങ്കിലും റെസിപ്പീസിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ജസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു ജേർണൽ കീപ്പ് എഴുതുന്നതിന് വേണ്ടി ഒരു ജേർണൽ കീപ്പ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കീപ് ഫില്ലിംഗ് അറ്റ്ലീസ്റ്റ് എ പേജ് എ ഡേ with what pops up in your mind about the people you meet or any other subject. ആ ബുക്കിൽ നിങ്ങളൊരു ബുക്ക് കീപ്പ് ചെയ്യുക. ആ ബുക്കിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതിനെക്കുറിച്ചിട്ട്, നിങ്ങൾ ആ ദിവസം കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ കാര്യത്തെക്കുറിച്ചിട്ട് ഒരു പേജെങ്കിലും എഴുതുക. Third one is reading and writing. Reading is an important prerequisite for aspiring റൈറ്റേഴ്സ്. നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. വായിക്കൽ കൂടുമ്പോഴാണ് നമുക്ക് എഴുതാനുള്ള സ്കില്ലും കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് റീഡിങ്. സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ അതേഴ്സ് റൈറ്റിംഗ് ഓൺ ടോപ്പിക്സ് യു ലൈക്ക് ടു വർക്ക് ഓൺ ആൻഡ് റീഡ് സം ഓഫ് ദം ബിഫോർ യു സ്റ്റാർട്ട് യുവേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതുന്നതിന് മുൻപ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് മറ്റുള്ളവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ മറ്റുള്ളവർ എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അങ്ങനത്തെ ഒരു കാര്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. ഫോർത്ത് വൺ is think critically. To write well, it is essential to think clearly and logically. നിങ്ങൾ നന്നായിട്ട് എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ നന്നായി തിങ്ക് ചെയ്യണം. ക്ലിയറായിട്ടും ലോജിക്കലായിട്ടും നന്നായി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഐഡിയാസ് ഉണ്ടാവുകയും അത് പിന്നീട് എഴുതാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്ലോസ് ആയി പഠിക്കുന്നതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എലക്ഷൻ വരികയാണെങ്കിലും ആ ഒരു എലക്ഷനെ കുറിച്ചിട്ട് നമ്മളതിൻ്റെ ഒരു വ്യക്തിനെ ബ്ലൈൻഡായിട്ട് ഇയാളെ തന്നെ വോട്ട് ചെയ്യാന്നല്ല, അതിൽ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് വോട്ട് ചെയ്യണം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട്
പഠിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. ദാറ്റ് ഈസ് തിങ്കിങ് വിൽ refine your writing and writing will strengthen your thoughts. റൈറ്റിങ്ങും തിങ്കിങ്ങും പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, പരസ്പരം പൂരകങ്ങളാണ്. തിങ്കിങ് നിങ്ങളുടെ റൈറ്റിങ്ങിനെ റിഫൈൻ ചെയ്യുകയും റൈറ്റിംഗ് നിങ്ങളുടെ തിങ്കിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. Fifth one is develop research skills. Any serious enquiry can be referred to as research. സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു എൻക്വയറിനെ നമുക്ക് റിസർച്ച് എന്ന് വിളിക്കാം. സെർച്ചിങ് സോഴ്സസ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. റിസർച്ചിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ഫ്രം സോഴ്സസ്. നിങ്ങൾ ഓരോ സോഴ്സസിൽ പോയിട്ട് അവിടെ നിന്ന് ആൻസേഴ്സ് കളക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് പോയി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നാളെ മുംബൈ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എങ്ങനെ പോകണം, അവിടെ ഏതൊക്കെ പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെയുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാനായിട്ട് നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് നോക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗൂഗിൾ നോക്കും, അതല്ലെങ്കിൽ അവിടെ മുൻപ് പോയിട്ടുള്ള ആളുകൾ നോക്കും. അപ്പോൾ ഈ പോയിട്ടുള്ള ആളുകളെയും ഗൂഗിളിനെയൊക്കെ നമുക്ക് സോഴ്സസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ സോഴ്സസിൽ നിന്ന് നിങ്ങൾ ആൻസേഴ്സ് കളക്ട് ചെയ്യുന്നു. ഇതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ചില ഫീച്ചേഴ്സ് നോക്കാം. ചില മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എ വെൽ ഡിഫൈൻഡ് പേർപ്പസ്. ഒരു അക്കാഡമിക് റൈറ്റിങ്ങിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ടായിരിക്കും. ഫോർമാലിറ്റി ആൻഡ് സീരിയസ്നെസ് ഇൻ ദ യൂസ് ഓഫ് ലാംഗ്വേജ്. ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുതുമ്പോൾ അതിൻ്റെ ലാംഗ്വേജിൽ ഒരു സീരിയസ്നെസ്സും അതുപോലെ അത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലും ആയിരിക്കും. സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓർഡറിങ് ഓഫ് ഐഡിയാസ്. അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മളൊരു കാര്യങ്ങൾ എഴുതുമ്പോൾ അതിലെ ഐഡിയാസ് ലോജിക്കലായിട്ടും സിസ്റ്റമാറ്റിക്കലായിട്ടും ഓർഡർ ചെയ്തിരിക്കണം. നിങ്ങൾ എഴുതുന്ന കാര്യം ഒബ്ജക്റ്റീവായിരിക്കണം, ഒബ്ജക്റ്റിവിറ്റി ഫോളോ ചെയ്യണം. അതായത് ഫാക്ട്സ് ബേസ്ഡ് ആയിരിക്കണം നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ. ഒരിക്കലും പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചാവരുത്, മറിച്ച് എന്തൊരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോഴും ഇതിൽ ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം. ഒരിക്കലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവരുത് എഴുതേണ്ടത്. യൂസ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പേർട്ട് സോഴ്സസ്. നിങ്ങൾ ഒരു അക്കാഡമിക് റൈറ്റിംഗ് എഴുതുമ്പോൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നായിരിക്കണം. റെഫറൻസിങ്, അതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളും ആ എഴുത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. Sixth one is learn the language of your discipline. To write on your discipline, you need to get a systematic initiation into the fundamentals of your discipline. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നിങ്ങളുടെ സബ്ജക്റ്റിൽ നല്ല രീതിയിൽ എഴുതാനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെറ്റഫർ എന്താണെന്നും സിമിലി എന്താണെന്നും ഇമാജിനറി പേഴ്സോണിഫിക്കേഷൻ ഇതെന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ടേംസ് റിലേറ്റഡ് വിത്ത് ബിസിനസ്, ബാങ്കിങ്, ഫിനാൻസ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡിസിപ്ലിനിൽ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ്. Academic writing generally refers to all writing tasks assigned to students for the purpose of study at the college level. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോളേജ് ലെവലിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ റൈറ്റിംഗ് ടാസ്കിനെയും പറയുന്ന പേരാണ് അക്കാഡമിക് റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, എസ്സേ, ബുക്ക് റിവ്യൂ, റിപ്പോർട്ട്, പ്രൊപ്പോസൽ, കേസ് സ്റ്റഡി, പ്രൊജക്റ്റ്, ഡിസർട്ടേഷൻ. അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് ലെവലിൽ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന എല്ലാ റൈറ്റിംഗ് ടാസ്കുകളെയും പറയുന്നതാണ് അക്കാഡമിക് റൈറ്റിംഗ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന പോയംസ്, സ്റ്റോറീസ് ഇതൊക്കെയാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ വരുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങും ക്രിയേറ്റീവ് റൈറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ എന്താണെന്ന് നോക്കാം. Unlike creative writing, the writer's personal feelings and creative reflections are not encouraged. Academic writing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിലെ പോലെ പേഴ്സണൽ ഫീലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും അക്കാഡമിക് റൈറ്റിങ്ങിൽ കൊണ്ടുവരരുത്. സ്റ്റേജസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് പ്രോസസ്സ്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു പ്രോസസ്സാണ്. അതിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറയുന്നത്. നിങ്ങൾ എഴുതുന്നതിന് മുൻപ് ആദ്യം ഐഡൻറ്റിഫൈ ദ ഓഡിയൻസ്. ആദ്യം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്,
ആരാണ് ഈ എഴുതിയ കാര്യം, ആരാണ് വായിക്കാൻ പോകുന്നുള്ള കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. സെക്കൻഡ്, എസ്റ്റാബ്ലിഷിംഗ് ദ പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് എന്നുള്ള കാര്യം അറിയണം. തേർഡ്, ജനറേറ്റിംഗ് ഐഡിയാസ്, എഴുതുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഐഡിയാസ് ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഓർഡറിങ് ഐഡിയാസ്, ഉണ്ടാക്കിയിട്ടുള്ള ഐഡിയാസ് അതിനെ ലോജിക്കലായിട്ടും ഇമ്പോർട്ടൻസ് അനുസരിച്ചും ഓർഡർ ആക്കുക. റൈറ്റിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതിനുശേഷം ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്നു. പിന്നീട് റിവൈസിങ് ഓർ ഇംപ്രൂവിങ്, എഴുതിയ കാര്യത്തിന് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുകയും അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. കറക്റ്റിംഗ് ലാംഗ്വേജ് റിലേറ്റഡ് എറേഴ്സ്, അതിനുശേഷം അതിൽ ലാംഗ്വേജ് റിലേറ്റഡ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, പ്രൂഫ് റീഡിങ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി എല്ലാം ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുക്കുക. നമ്മൾ വായിച്ച് കറക്റ്റ് ചെയ്തു, അതിനുശേഷം മറ്റൊരാൾക്ക് കൂടെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റു വല്ല ആളുകൾക്കും കൊടുക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കാറുണ്ട്. ആ വായിക്കുന്നതിൽ എന്തൊക്കെയാണ് അക്കാഡമിക് എന്നും എന്തൊക്കെയാണ് നോൺ അക്കാഡമിക് എന്നും നോക്കാം. അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് മെറ്റീരിയൽസ്. അക്കാഡമിക് മെറ്റീരിയൽ, ബുക്സ്, യൂണിവേഴ്സിറ്റി ഡാറ്റാബേസ്, peer reviewed journals, seminar, conference papers, thesis, dissertations, research reports. Non-academic material, newspaper, magazines, news websites, online news feeds, radio, television, videos from YouTube and other video sharing sites, most websites, social media sites, mobile networking applications. Differences between academic and non-academic writings. അക്കാഡമിക് റൈറ്റിങ്സിൻ്റെയും നോൺ അക്കാഡമിക് റൈറ്റിങ്സിൻ്റെയും മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കാഡമിക് എസ്സേസ്, ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ടെക്നിക്കൽ ടേംസ്. അക്കാഡമിക് എസ്സേസിൽ ലാംഗ്വേജ് വളരെ ഫോർമലായിരിക്കും, അതിൽ ടെക്നിക്കൽ ടേംസ് ഒരുപാടുണ്ടായിരിക്കും. സിഗ്നൽ വേർഡ്സിൻ്റെ ഒരുപാടായിട്ട് യൂസ് ചെയ്യും. ഒരു പാരഗ്രാഫിൽ നിന്ന് മറ്റൊരു പാരഗ്രാഫിൽ പോകുമ്പോൾ അവിടെ സിഗ്നൽ വേർഡ്സ് യൂസ് ചെയ്യും. ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വൊക്കാബുലറി, അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലായിരിക്കും, അതുപോലെ ടെക്നിക്കൽ ടേംസും യൂസ് ചെയ്യും. ഫോർമൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലായിരിക്കും. ബോഡി പാരഗ്രാഫ്സ് ആർ ലോങ് ആൻഡ് വിത്ത് ഈച്ച് സെൻറ്റൻസ് സെർവിങ് എ സ്പെസിഫൈഡ് പർപ്പസ്. ഇതിലെ ബോഡി പാരഗ്രാഫ്സ് ലോങ് ആയിരിക്കും, അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കും. എലോബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സെൻട്രൽ ഐഡിയ വിത്ത് സപ്പോർട്ടിംഗ് കോഡ്സ് ആൻഡ് റെഫറൻസസ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കോഡ്സും അതിൻ്റെ റെഫറൻസും ഉണ്ടായിരിക്കണം. ഓതേഴ്സ് സ്റ്റാൻഡ് ഓൺ ദ ഇഷ്യൂ റേസ്ഡ് ഇൻ ദ എസ്സേ ബട്ട് വിതൗട്ട് എക്സ്പ്രഷൻസ് ലൈക്ക് ഐ തിങ്ക് ഇൻ മൈ വ്യൂ. ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഓതറിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറയും, പക്ഷേ അവിടെ ഒരിക്കലും ഐ തിങ്ക് ഇൻ മൈ വ്യൂ എന്ന് പറയുന്ന എക്സ്പ്രഷൻസ് ഒന്നും യൂസ് ചെയ്യില്ല. കോഡ്സ് ഫ്രം ക്രെഡിബിൾ സോഴ്സസ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കോഡ്സ് എടുക്കാം, പക്ഷേ ആ കോഡ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് നിന്ന് വേണം എടുക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ ആയിരിക്കണം. ടേബിൾസ് ഉണ്ടായിരിക്കാം, പ്രിസൈസ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും, ബിബ്ലിയോഗ്രഫി, വർക്ക് സൈറ്റഡ്, എൻഡ് നോട്ട്സ്, അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ക്ലിയർ കൺക്ലൂഷൻ ആയിരിക്കും. നെക്സ്റ്റ്, നോൺ അക്കാഡമിക് എസ്സേസ്. സിമ്പിൾ ആൻഡ് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആൻഡ് ഫ്രേസസ്, സ്ലാങ്സ് യൂസ് ചെയ്യും, സ്യൂട്ടബിൾ ഫോർ എ ലാർജർ ഓഡിയൻസ്. നോൺ ടെക്നിക്കൽ ആൻഡ് സിമ്പിൾ വൊക്കാബുലറി ആയിരിക്കും, ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ബോഡി പാരഗ്രാഫ്സും ഷോർട്ടായിരിക്കും. കോഡ്സ് ഫ്രം നോൺ അക്കാഡമിക് സോഴ്സസ് ആയിരിക്കും, അതുപോലെ ഐ എന്നുള്ളത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യും. നോ ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്, കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും. നോ ബിബ്ലിയോഗ്രഫി, വർക്ക് സൈറ്റർ ആൻഡ് എൻഡ് നോട്ട്സ്. അബ്രപ്റ്റ് എൻഡിങ്സ് ആയിരിക്കും, എൻഡിങ് ക്ലിയർ ആയിരിക്കില്ല. ഇൻഫോർമൽ കൺക്ലൂഷൻ ആയിരിക്കും. അക്കാഡമിക് റൈറ്റേഴ്സ്. Academic writers are referred to as scholars or academician, and their writing is described as scholarly writing. Academic writers എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോളേഴ്സ് ആണ്. സ്കോളേഴ്സ് അല്ലെങ്കിൽ അക്കാഡമീഷ്യൻസ് ആണ്. അവരുടെ റൈറ്റിങ്ങിനെ പറയുന്നതാണ് സ്കോളർലി റൈറ്റിംഗ്. Academic writing is writing produced by scholars for other scholars. Therefore, students who produce academic papers are presenting themselves as scholars.
അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്കോളേഴ്സ് മറ്റ് സ്കോളേഴ്സിന് വേണ്ടിയിട്ട് എഴുതുന്ന കാര്യത്തിനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു അക്കാഡമിക് റൈറ്റിംഗ് എഴുതുമ്പോൾ നിങ്ങളും ഒരു സ്കോളറായി മാറുകയാണ് ചെയ്യുന്നത്. അക്കാഡമിക് റൈറ്റിംഗ് വർക്ക്സ് ആർ സബ്മിറ്റഡ് ടു ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്ട്രക്ടർ, അക്കാഡമിക് ജേർണൽസ് ഓർ ആസ് എ ബുക്ക്. നിങ്ങൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുന്നതോ എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ടീച്ചർക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ജേർണലിനായിരിക്കും, അതല്ലെങ്കിൽ ഒരു ബുക്കായിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. Blind peer reviewing. A paper submitted by a scholar for publication to a journal is sent to other scholars by the editor of the journal without disclosing the names and other details of the writer. The reviewers read the paper and determine if the paper is worth publishing. ഒരു സ്കോളർ ഒരു പേപ്പർ എഴുതിയതിന് ശേഷം ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കും. ജേർണൽ എന്ന് പറഞ്ഞാൽ മാഗസീൻസ് പോലുള്ളതാണ്. അപ്പോൾ ജേർണലിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ജേർണലിൻ്റെ പബ്ലിഷർ ഈ പേപ്പർ ഒരു കൂട്ടം സ്കോളേഴ്സിനോ കൊടുക്കും, അതല്ലെങ്കിൽ റിവ്യൂവേഴ്സിന് ഈ പേപ്പർ കൊടുക്കും വിതൗട്ട് ഡിസ്ക്ലോസിങ് ദ നെയിംസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ സ്കോളർ. ഈ പേപ്പർ എഴുതിയ സ്കോളറിൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആ പേപ്പർ മാത്രമാണ് പബ്ലിഷർ റിവ്യൂവേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. അവർ അത് ഇവാലുവേറ്റ് ചെയ്ത് വായിച്ച് തീരുമാനിക്കും ഈ ജേർണലിൽ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്ന്. അതിനാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഈ പേപ്പർ എഴുതിയ ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും റിവ്യൂവേഴ്സ് അറിയുന്നില്ല, അതുകൊണ്ടാണ്. പ്ലേജറിസം. An act of stealing others' ideas and works and passing them as one's own. മറ്റുള്ളവരുടെ ഐഡിയാസും വർക്ക്സും നമ്മളുടേതെന്നുള്ള പേരിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് പ്ലേജറിസം എന്ന് പറയുന്നത്. നമ്മളുടേതെന്ന് പറഞ്ഞ് എഴുതുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ സ്വയം എഴുതാതെ മറ്റൊരാളുടെ നോക്കി എഴുതി അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്ലേജറിസം. അതൊരു അൺഎത്തിക്കൽ ആക്റ്റാണ്, സീരിയസ് ഒഫൻസ് ആണ്, ആൻഡ് breach of academic integrity ആണ്. Every idea borrowed from others need to be acknowledged in the text of your paper by separating them using quotation mark and providing the details of the sources. നിങ്ങളൊരു പേപ്പർ എഴുതുമ്പോൾ മറ്റുള്ളവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ അതിലെടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പേപ്പറിൽ പറഞ്ഞിരിക്കണം. ഈ ഐഡിയ ഇദ്ദേഹത്തിൻ്റെ ആണെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കണം. അതല്ലെങ്കിൽ അതിനെ പ്ലെജറിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Honor Code. It is a pledge taken by students to the effect that they will uphold academic integrity and ethical behavior and will not engage in any kind of cheating, stealing and misrepresentation. Honor Code എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെഡ്ജാണ്. ചില യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ കുട്ടികളെ അവിടെ ചേർത്തുന്നതിന് മുൻപായിട്ട് അവരെ കൊണ്ടൊരു പ്ലെഡ്ജ് എടുപ്പിക്കും. ഇവർ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയും എത്തിക്കൽ ബിഹേവിയറും ഫോളോ ചെയ്യുന്നു, അവരൊരു വിധത്തിലുള്ള ചീറ്റിങ്ങോ സ്റ്റീലിങ്ങോ മിസ്റെപ്രസെൻറ്റേഷനോ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്ലെഡ്ജ് എടുപ്പിക്കും. അതിന് പറയുന്ന പേരാണ് ഓണർ കോഡ്.